സ്വാമി ശരണം. എവിടുന്നാണാവോ? അയ്യപ്പ ശരണം. ഞാൻ കുറച്ച് ദൂരെന്നാ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി തടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? സുകുമാരഗുരുക്കൾ നന്നായിട്ടാ. ഇരിക്കാം. വീടന്വേഷണം നടന്നു കൈയും കാലൊക്കെ ഭയങ്കര വേദന. ഒരു നോറ്റം. കാശ് എത്ര വേണമെങ്കിലും തരുമെന്നാണല്ലോ ഗുരുക്കൾ എഴുതിയിരിക്കുന്നത്. അതിലെത്ര സംശയം എന്താ? കാശ് വലിച്ചെറിയുന്ന ആളല്ലേ സ്വാമി. അങ്ങനെ വല്ലയിടത്തോട്ടും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. സ്വാമി ക്യാഷ് എന്റെ പോക്കറ്റിൽ എറിയണം. ആ, എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ 1-2 ഒഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അയ്യോ, ഉപേക്ഷ വിചാരിക്കരുത്. സ്വാമി ആളൊരു മഹാഭാവ. ആ കശ്മലന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. അതുകൊണ്ടാ. പെമ്പിള്ളേർക്ക് എന്ത് പ്രായം വരും? 19 വയസ്സും 17 വയസ്സും. ഈ പ്രായമാണ് പ്രശ്നം. എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് 1000 രൂപയുണ്ട്. വാങ്ങിച്ചോളൂ. പിടിച്ചോളൂ. ബാക്കി തുക അവന്മാർ അടിച്ചിറക്കുന്ന ആ നിമിഷം തരും. പിടി. സമ്മതിച്ചു. പക്ഷേ എനിക്ക് 1-2 കണ്ടീഷൻസ് കൂടിയുണ്ട്. എന്താണാവോ? എന്റെ ദിനചര്യകളും ഭക്ഷണക്രമങ്ങളും അതൊക്കെ ഏറ്റു. അനന്തം ഗുരുക്കൾ വരാമെന്ന് സമ്മതിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് വരണം? കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഉടനെ തന്നെ പുറപ്പെട്ടു കളയാം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി തീർത്തിട്ട് ഉടനെ മടങ്ങി വരികയും ചെയ്യാമല്ലോ. ഞാൻ എന്റെ അമ്മയുടെയും കാവിലമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. സ്വാമി ശരണം. അയ്യപ്പ ശരണം. സ്വാമി. എന്താ മോനെ? ഞാനൊരു സ്ഥലം വരെ പോവുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. എവിടെയെങ്കിലും ജോലി ശരിയായോ? ആ, ഒരാൾ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്താ ഏട്ടാ ജോലി? തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അല്ലമ്മേ, ജോലിക്കുള്ള ശുപാർശ കത്തേ കയ്യിലുള്ളൂ. ജോലി എന്താണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഏട്ടനോട് പോയാ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ. എവിടെ പോയാലും രജനിയുടെയും മായയുടെ ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. ചേട്ടനെ പോലെ നീയും ആകരുത്. ശരിയമ്മേ. ദാ ഇത് വെച്ചോളൂ. എവിടുന്ന ഏട്ടാ ഇത്രയും രൂപ? അത് അഡ്വാൻസ് കിട്ടിയതാ. ജോലി കിട്ടുന്നതിന് മുമ്പ് അഡ്വാൻസ് അല്ലേ? പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ അഡ്വാൻസ്? അമ്മേ, ഞാൻ ഇറങ്ങുക. മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കരുത്. വരട്ടെ അമ്മേ. ശരി മോനെ. വേഗം ഇറങ്ങി വാ. എന്ത് മനുഷ്യ ഇത്? കണ്ണു കണ്ടൂടെ? വേഗം കയറങ്ങോട്ടെ. അല്ല, ഇത് ആരാ മാഷ? പുതിയൊരാള് കേട്ടിട്ടില്ലേ? അനന്തം ഗുരുക്കൾ. ഇല്ല. ആ, എന്നാ കണ്ടോളൂ. ഇതാണ് സാക്ഷാൽ അനന്തം ഗുരുക്കൾ. മാഷ് എന്നെ ഗുരുക്കളെന്നും പറഞ്ഞ് ഇങ്ങനെ ആരെയും പരിചയപ്പെടുത്തണ്ട. ഞാൻ വന്നിരിക്കുന്ന കാര്യം പോലും ആരും അറിയാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ആ ലോഡ്ജുകാരെ കൈകാര്യം ചെയ്യാൻ. അതെന്താ? മർമ്മങ്ങ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരില്ലേ? മാഷ് ഒന്നും കൊണ്ടും പേടിക്കണ്ട. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ ഞാൻ അവരെ നേരിടാൻ പോകുന്നത്. എല്ലാരും കുഴപ്പമില്ല. എടാ നാരായണ, 2 സോഡ ഇങ്ങനെ കുടിച്ചതിന്റെ കാശ് ആദ്യം. എന്നാ പിന്നെ കുടിക്കാം. ടീ കൂടാ. നമസ്കാരം. നമസ്കാരം. എന്താ മാഷ പോട്ടെ? ആള് വന്നില്ലേ? അപ്പുണ്ണി മാസ്റ്റർ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്താതിരുന്നിട്ടുണ്ടോ? എന്നിട്ട് ആളെവിടെ? ഇതാണ് ആള്, അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. നമസ്കാരം. ഇത് കുമാരൻ ഗുരുക്കളുടെ മകനായിരിക്കും. അല്ല, ഞാൻ ഗുരുക്കളുടെ ശിഷ്യനാ, അനന്തൻ. സുകുമാരൻ ഗുരുക്കളുടെ 12 ശിഷ്യന്മാരിൽ പ്രമുഖൻ. വേറൊന്നുമല്ല, കണ്ടിട്ട് ഒരു കളരി അഭ്യാസിയാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം. കളരി അഭ്യാസിക്ക് തടി എന്തിനാ? മെയ്വഴക്കമല്ല പ്രധാനം. സ്വാമി ഇങ്ങനെ ഇഡലി പോലെ വീഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ട്? അല്ല, അപ്പോഴേ നമുക്ക് മറ്റേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം.
மாமி அப்பாவும் மாஷும் வராங்க. இன்னொரு இருக்கு. குருக்களாയിരിക്കും. ഇരിക്കൂ. ഇതാണ് കളരി വിദ്വാൻ അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. കളരി വിദ്വാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ്. കളരി ആശാൻ എന്ന് പറയണം. ഇതെന്റെ മൂത്ത സഹോദരിയാണ് സുബ്ബമ്മ. ഗായത്രി, സാവിത്രി. കാപ്പി എടുക്കട്ടെ? ആയിക്കോട്ടെ. അയ്യോ, ഗുരുക്കള് കാപ്പി കുടിക്കാറില്ല, പാലേ കുടിക്കൂ. ഗോംപാൽ, അതായത് പശുവിൻ പാൽ. ഞാൻ പാൽ മാത്രമേ കുടിക്കൂ എന്നുള്ള വിവരം മാഷം മറന്നോന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. അതിനെന്താ, പാലെടുക്കാം. ഇത് ഗായത്രി, സാവിത്രി കുട്ടി. അതെ, യഥാർത്ഥത്തിൽ ഈ അനന്തൻ ആരാണെന്ന് സ്വാമിക്കറിയാം. തച്ചോളി ഓതേരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കടത്തനാട്ട് വീരനല്ലേ? ആമാ, അന്ത തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരിക്കുന്നത്. പതിനെട്ടടവുകളിൽ ഏതടവ് പ്രയോഗിച്ചാണ് അവന്മാർ അവിടെ നിന്ന് ഇറക്കേണ്ടത് സ്വാമി എന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം അനന്തനേറ്റു. അതിലേതൊക്കെ മുറകളാണ് പറ്റിയതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അനന്തൻ. മെയ്ത്താരി, കോൽത്താരി, വായ്ത്താരി, അങ്കത്താരി. ഇതിലെ കോൽത്താരിയിലെ ഒറ്റപ്പയറ്റ്, അങ്കത്താരിയിലെ മറപിടിച്ച കുന്തം, പുലിയങ്കം. ഇതിലേതാ വേണ്ടതെന്ന് സ്വാമി തന്നെ തീരുമാനിച്ചാൽ മതി. അല്ല, ഈ ആയുധം കൊണ്ടുള്ള കളികൾ വേണോ? മറ്റു മാർഗങ്ങളിലൂടെ അവരെ ഇറക്കി വിടാൻ പറ്റില്ലേ? അപ്പോ പുലിത്താരി മതിയല്ലേ? മംഗം. ആദ്യം ഞാൻ അവന്മാരെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഏതടവ് വേണമെന്ന് തീരുമാനിക്കാം. പക്ഷേ ഈ ഗുരുക്കൾ ഇവിടെ വരുത്തിയിരിക്കുന്ന വിവരം പുറത്താരും അറിയരുത്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വാമി, ഒരാളും അറിയില്ല. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ അവന്മാർ ഇവിടെ കാണുകയില്ലല്ലോ. അവന്മാരവിടെ ഇല്ലാത്തതാണ് നല്ലത്. ആദ്യം ഞാൻ ആ മുറിയും പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണട്ടെ. അല്ല, അപ്പോ സ്വാമി അനന്തന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് ഹോട്ടലുണ്ട്, എന്നാലും അനന്തൻ അവിടെ നിന്ന് കഴിക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോട്ടെ. ഇവിടെ ആവുമ്പോ ഇഷ്ടാനുസരണം അക്ക ഉണ്ടാക്കി കൊടുത്തോളും. അതാ നല്ലത്. സ്വാമിയുടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് വെറുതെ വയറ് കേടാക്കണ്ട. അല്ല, പച്ചക്കറി എന്ത് വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കി തരാം. എന്താ? ഒന്നുമില്ല. ദാ. ഇതാണ് അവന്മാർ താമസിക്കുന്ന മുറി. സ്വാമി, ഗുരുക്കൾക്ക് ആ സാധനം ഇട്ട് കൊടുക്കൂ. ഒന്ന് മറിക്കും, ഒന്ന് അങ്ങോട്ട് വെച്ചോട്ടെ. ഇതെന്തോന്ന് മാറിയിട്ട് വയ്യ. അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ഒരു കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വടക്ക് കിഴക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇടണം. അതെന്തിനാ? ഇതിനകത്താണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ആവുന്നതും ബലപ്രയോഗം നടത്താതെ അവന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് തന്നെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നത്. ലോഡ് ജോയിൻ ചെയ്തിടാത്തതോ പോട്ടെ, അവന്മാരുടെ ശല്യം കാരണം എന്റെ പെൺകുട്ടികൾക്ക് പുഴയിൽ കുളിക്കാൻ പോകാൻ പോലും വയ്യ എന്നായിട്ടുണ്ട്. അന്ത വിഷയം കൂടെ കൊഞ്ച ജ്ഞാപകം എടുക്കണം. എല്ലാം ഞാനേറ്റ് സ്വാമി. ഒരു സ്വകാര്യം എനിക്ക് മാഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ഞാൻ താഴെ പോയി കടയിലിരിക്കാം. മാഷ, ഒരു കാര്യം, എനിക്ക് കഴിക്കാൻ പുല്ലും വൈക്കോലും സാമ്പാറും ഒന്നും പറ്റില്ല. ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണ്ടി വരും. ഞാനത് അവിടെ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനെന്താ? എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. ചോദിക്കുന്നോണ്ട് വിരോധമൊന്നും തോന്നരുത്. മറ്റവൻ അടിക്കൂ? അടിക്കോ? ഞാൻ അടിക്കില്ല. ഞാൻ അടിക്കും. എന്നാ കാര്യം അടിക്കും. നേരെ താനൊന്ന് മുകളിലേക്ക് വരണം. ശരി സാർ. ഇന്നെന്തെങ്കിലൊക്കെ നടക്കും. അടിയുടെ ഒച്ച കേട്ട് സ്വാമി പേടിക്കരുത്. വേണമെങ്കിൽ അലമാരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചു. കേറിപ്പോയ 3 എണ്ണവും ഉരുണ്ട് താഴെ വന്ന് വീണ് സ്വാമിയുടെ കൈയും കാലും പിടിക്കും. അലമാരി പിടിച്ച് മാറ്റണം സ്വാമി. വേണ്ട വേണ്ട, ഓടോ. അയ്യോ, തുറന്നു നടക്കാണല്ലോ. അയ്യോ, ഞാനല്ലേ പൂട്ടിയത്. ഇനി കള്ളന്മാര് വല്ലതും കയറി കാണോ? ആരാ കിടക്കുന്നത്? നീ അക്ഷരിച്ച് മാറ്റിക്കേ. തുടരുത്. ആരെങ്കിലും തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടാണെങ്കിലോ? അയ്യോ, ശ്വാസം ഉണ്ടോ നോക്കാം. അയ്യോ, ഇത് ഐ പിന്നെ അയ്യോ, അയ്യോ, ശ്വാസം ഉണ്ടോ നോക്ക്. നീ നോക്ക്, നീയല്ലേ അടുത്ത്. എന്നാ നീ നോക്ക്. നോക്കടാ, എന്റെ കുപ്പി ഇരിക്കല്ലേ. പിന്നെ ഇതാരാ നോക്കുന്നത്? അയ്യോ, ആരാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അത് കൊള്ളാം. ഞങ്ങളുടെ മുറി കയറി കിടന്ന് ഉറങ്ങാൻ താനാരാടോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരാ? ഇതിപ്പോ വാദി പ്രതിയായോ? താനെങ്ങനെ ഇതിനകത്ത് കയറി? കക്കം കയറിയതല്ലോടോ. അനാവശ്യം പറയരുത്. വാടക കൊടുത്തിട്ട് ഇതിനകത്ത് കയറി കിടക്കുന്നത്. ഞങ്ങൾ വാടക എടുത്തിരിക്കുന്ന മുറി എങ്ങനെയാണ് തനിക്ക് വാടക കയറുന്നത്? അതൊക്കെ നിങ്ങൾ സ്വാമിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഓഹോ, പുകച്ച് പുറത്തി അടിക്കാനായിരിക്കും പട്ടരുടെ പരട്ട് ബുദ്ധി.
ശരി, നമുക്ക് ഏതായാലും സ്വാമിയുടെ ചോദിക്കാം. അതെ. അല്ല, എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കളവ് പോയാൽ തന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നോക്കാം. ഏതായാലും കാത്തിരുന്നോ, പോലീസുകാർ ഇപ്പൊ നിന്നെ പൊക്കും. ഏതായാലും താഴോട്ട് പോവല്ലേ, എനിക്ക് 2 പരിപ്പോടെയും ചായയും പറഞ്ഞേക്ക്. സ്വാമി, എന്റെ മുറി കയറി കിടക്കുന്ന ആരാ? പുരിയില്ലയാ പുതിയ വാടകക്കാരൻ. എന്നോട് ചോദിക്കാതെ എന്റെ മുറി തുറക്കാൻ ആരാ പറഞ്ഞത്? തന്റെ മുറിയോ? എന്റെ ലോഡ്ജിനെ മുറി നോക്കാൻ എനിക്ക് തന്നെ അനുവാദം വേണോ? ഇയാൾ ഇത് എവിടുത്തെ പട്ടരാ? ഒരാൾക്ക് മുറി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അനുവാദമില്ലാതെ മുറി തുറക്കുന്നത് ശിക്ഷാർഹമാണ്. വകുപ്പ് ഏതാണെന്ന് അറിയാമോ? ഭവനവേതനം. 5 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും ഇതും പിടിച്ചോണ്ട്. ഞങ്ങളെ പുറത്ത് ചാടിക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്ന കുരുട്ടുബുദ്ധി ആയിരിക്കും അല്ലേ? എന്റെ മുറിയിൽ വെച്ചിട്ട് പോയ 2000 രൂപ കാണുന്നില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ചെയ്തു. പോലീസ് വരട്ടെ. എന്റെ ലോഡ്ജിലെ മുറി വേറെ ആർക്കും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പോലീസിന്റെ അവകാശം. രൂപ കണ്ടില്ല എന്നുള്ള വേലയെല്ലാം അങ്ങ് കയ്യിലിരിക്കട്ടെ. അതെ, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആര് കേട്ടാലും സ്വാമിയുടെ ഭാഗത്താണ് ന്യായം. തന്നോട് ആരെങ്കിലും ചോദിച്ചോ? സ്വാമിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അത് ഞണ്ണിക്കോ. ന്യായം പറയാൻ വന്നിരിക്കുന്നു. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. അവൻ പറഞ്ഞത് കേട്ടാ, എന്നോട് ഞണ്ണിക്കോളാൻ. മാഷേ, ഒരു പഴം തിന്നണ. കേരടാ, നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിയമപരമായി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയോണ്ട് ഒരു കാര്യമില്ല. മുറിയിൽ മറ്റാരെയും താമസിപ്പിക്കില്ല എന്നുള്ളതിന് നീയും സ്വാമിയും തമ്മിൽ യാതൊരു എഗ്രിമെന്റും ഇല്ലാത്ത സ്ഥിതിക്ക് അയാൾക്കും ഇഷ്ടമുള്ള ആരെയും കൊണ്ടും താമസിപ്പിക്കാം. സ്വാമിയുടെ ഉദ്ദേശം നമ്മളെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാന്നുള്ളതാണ്. നമ്മൾ അതിനപ്പുറം കാണണം. അവൻ നമ്മളോട് താമസിച്ചോട്ടെ. അല്ല, നമ്മൾ അവനെ മാക്സിമം ശല്യം ചെയ്ത് പുറത്ത് അടിക്കുന്നു. അതായത് പട്ടൻ ഇങ്ങോട്ട് വെച്ച പാരയ്ക്ക് നമ്മൾ അങ്ങോട്ടൊരു പാര വയ്ക്കുന്നു. ഒരു പാരയ്ക്കൊരു മറുപടി. அந்த அயோக்கிய பசங்களை நன்னா ஏமாத்தியாச்சு. அந்த அனந்து இருக்கே ரொம்ப புத்திசாலி. போலீஸ்ல கம்ப்ளைண்ட் கொடுக்க போனவங்க பூன மாதிரி திரும்பி வந்துட்டாங்க. இந்த பாருங்க, இது 2 நாளில எலிய அடிச்சு போடுற மாதிரி எல்லாத்தையும் தூக்கி வெளியில போட்டுருவான். அந்த முரளியும் பிரேமனும் தான் ரொம்ப பொல்லாதவனுங்க. அந்த வக்கீல் இருக்கானே தொளா பேசுவான். இருந்தாலும் நல்லவன். கடவுளே, எல்லாம் நல்லபடியா நடந்தா சரி. நீ தைரியமா இருக்கா? அந்த அனந்த ரொம்ப கெட்டிக்காரன். அந்த பசங்க வேலை ஒன்னும் அவங்கிட்ட நடக்காது. നാളെ മുതല് പൊറോട്ട കൊണ്ടുവരുമ്പോ നല്ല ചൂടായിരിക്കണം. വാങ്ങിച്ചപ്പോ നല്ല ചൂടുണ്ടായിരുന്നു. ബീഫ് വാങ്ങിക്കാൻ പോയതുകൊണ്ട് ആ തണുത്ത് പോയത്. ഒന്ന് പതുക്കെ ചവയ്ക്കണം മിസ്റ്റർ. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. മിക്സി ഓൺ ചെയ്തവരെ കര 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 കരയെന്ന്. മറ്റുള്ളവർ ആഹാരം കഴിക്കുമ്പോ വായി നോക്കി ഇരിക്കാൻ പാടില്ല. വക്കീലായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? ദോഷം പറയരുത്. നല്ല എരിവ് മതി. ബാക്കി ആരായിട്ടും കഴിച്ചോ. പിന്നെ നാളെ പാല് കൊണ്ടുവരുമ്പോ അല്പം കൂടെ പഞ്ചസാര ഇട്ടുകൊണ്ട് വരണം. എനിക്ക് ഡയബറ്റീസിന്റെ അസുഖമൊന്നുമില്ല. മനസ്സിലായോ? തന്റെ കൂട്ടുകാരൊക്കെ എവിടെ? രാത്രി 10 മണി കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമാണ്. തോന്നുന്ന സമയത്തൊക്കെ കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല. മനസ്സിലായോ? ഒന്ന് അലമ്പുണ്ടാക്കാതെ ഒന്ന് പോയത്. ഞങ്ങള് പോയിട്ട് സാറിന് ഒറ്റയ്ക്ക് നോക്കാനായിരിക്കും അല്ലേ? എന്താടാ സ്വാമിയുടെ മൂത്ത മോക്ക് നിന്നോടൊരു കടാക്ഷം? ചേട്ടത്തി അനിയത്തി എല്ലാം ഒന്നിനൊന്നും മെച്ചം. സാറിനിപ്പോ അതിലേതിനെയാണ് വേണ്ടത്? തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? ദേ, മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നോ. ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ ഇവിടെ നിന്ന് സ്വാമിയുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ഭീഷണിപ്പെടുത്തുക? ഒരൊറ്റ അടിക്ക് വട്ടൊടിച്ച് 2 പീസായി കളഞ്ഞാൻ. ആകപ്പാടെ 1.5 ഔൺസും വെച്ച് ഞെളിയുന്ന. ഔൺസ് കൊണ്ടൊന്നും കാര്യമില്ല. ചാകാൻ അരയടി വെള്ളമായാലും മതി. താൻ ആരുവാ? എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും വഴിയെ മനസ്സിലാക്കി തരാം.